എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷഷ്ടിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ്. ഷഷ്ടിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ജീന വെറൈറ്റി വ്ളോഗ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ചോദിച്ചു. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ അടുത്ത വീഡിയോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചത്. എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ അത് തന്നെ ആകട്ടെ. പക്ഷേ അത് കുറച്ച് നേരത്തെ ആയി. കാരണം ഷഷ്ടി 9-ാം തീയതി ഷഷ്ടിയല്ലേ. അപ്പോൾ അതിന് മുമ്പേ പറഞ്ഞാലല്ലേ പറ്റൂ. അതും വേറെ രീതിയിൽ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഷഷ്ടി നോക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് പറയാമെന്ന് കരുതിയാണ് നേരത്തെ പറയാൻ തീരുമാനിച്ചത്. അപ്പം നമുക്കത് കേട്ട് നോക്കാം. ആദ്യമായിട്ട് ഷഷ്ടി വ്രതം തുടങ്ങുന്നവർ സ്കന്ദഷഷ്ടി മുതലാണ് തുടങ്ങുന്നത് എന്നാണ് കേട്ടിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് വന്ന് താമസം തുടങ്ങിയപ്പോൾ കണ്ടത് ഈ വിധത്തിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പ്രഥമ ഷഷ്ടിയാണല്ലോ നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുന്നത് പ്രഥമ മുതൽ തുടങ്ങി ഷഷ്ടി വരെ നിൽക്കും. അപ്പോൾ അങ്ങനെ അതായത് 6 ദിവസം. 9-ാം തീയതി അല്ലേ, ബുധനാഴ്ചയല്ലേ. അപ്പം നാളെയാണോ പ്രഥമ എന്നാണോ നാളെയാണെന്ന് തോന്നുന്നു പ്രഥമ. നാളെ മുതൽ ബുധനാഴ്ച വരെ നോക്കും. അപ്പോൾ 6 ഷഷ്ടി നോക്കിയ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാനൊക്കെ പണ്ട് നോക്കിയിരുന്നത് മാസത്തിൽ ഒരു ഷഷ്ടി, അത് കൃഷ്ണപക്ഷ ഷഷ്ടിയാണ്. കാരണം മാസത്തിൽ 2 ഷഷ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ കൃഷ്ണപക്ഷ ഷഷ്ടിയാണ് എടുക്കുന്നത്. തുലാമാസത്തിലെ ഷഷ്ടിക്കാണ് ഈ സ്കന്ദഷഷ്ടി എന്ന് പറയുന്നത്. ഈ തവണ ഞാനും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷഷ്ടിക്ക് പ്രാധാന്യമുള്ളത് ആർക്കാണെന്ന് അറിയാമല്ലോ അല്ലേ. മുരുകനാണ് ഷഷ്ടിയുടെ പ്രാധാന്യം. പാർവതി പരമേശ്വരപുത്രനായ മുരുകൻ, സുബ്രഹ്മണ്യൻ, വേലായുധൻ, ഇങ്ങനെ പല പേരുകളിൽ നമ്മൾ സുബ്രഹ്മണ്യനെ വിളിക്കുന്നുണ്ട്. ഭഗവാനെ ആരാധിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഷഷ്ടിവ്രതം. കൃഷ്ണപക്ഷ ഷഷ്ടിയാണ് ആചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വർഷത്തെ സ്കന്ദഷഷ്ടി ഒക്ടോബർ 9 ബുധനാഴ്ചയാണ്. അപ്പോൾ പ്രഥമ മുതൽ നമ്മൾ നോക്കി ആ ഷഷ്ടി വരെ നിർത്തുക. ചിലരിത് പൂർണ്ണമായിട്ട് വ്രതമായിട്ട് എടുക്കുന്നവരുണ്ട്, ചിലർ ഭാഗ്യമായിട്ട് എടുക്കുന്നവരുണ്ട്. അതായത് പൂർണ്ണമായിട്ട് എടുക്കുന്നവർ ആഹാരം ഒന്നും കഴിക്കാതെ എടുക്കും. അതൊക്കെ കഠിന വ്രതമാണ്. നമുക്കതൊന്നും ചിലപ്പോൾ താങ്ങാൻ പറ്റുമെന്ന് വരത്തില്ല. അസുഖമുള്ളവർക്കോ ശരീരത്തിന് അത്രയും കെൽപ്പില്ലാത്തവർക്ക്. അങ്ങനെയുള്ളവർ രാവിലെ കുളിച്ച് ശുദ്ധമായി തലേദിവസവും നോക്കും കേട്ടോ. നാളെ ഷഷ്ടിയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരിക്കലായിരിക്കും ഒരു നേരം അരിയാഹാരം കഴിക്കത്തുള്ളൂ. അങ്ങനെ നോക്കുന്നവരുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പഴമോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ആഹാരമോ കഴിക്കും. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് ചോറ് കിട്ടുവാണെങ്കിൽ അത് എന്തെങ്കിലും അച്ചാറോ എന്തെങ്കിലും കൂട്ടി കഴിക്കത്തുള്ളൂ. അങ്ങനെ കഴിക്കുന്നവരും ഉണ്ട്. ഇത് സൂര്യോദയ സമയത്താണ് തുടങ്ങുന്നത്. സൂര്യോദയം ആരംഭിച്ച് അടുത്ത ദിവസം സൂര്യദേവനെ പ്രാർത്ഥിച്ച് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കുന്നു. അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ കഠിന വ്രതമൊക്കെ നോക്കാതിരിക്കുക. ആദ്യം വ്രതാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടത് മനസ്സിൻ്റെ ശുദ്ധിയും പ്രാർത്ഥിക്കാനുള്ള ഇതാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. മനസ്സിൻ്റെ ശുദ്ധിയാണ്. പലരും ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ നോൺ വെജ് ഒന്നും ഉപയോഗിക്കരുത്. ഉള്ളി, വെളുത്തുള്ളി ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. ഈ വ്രതം ശ്രദ്ധയോടെ ചെയ്താൽ ഫലമുറപ്പാണ്. പലരും കാര്യവിജയത്തിന്, സന്താന സൗഭാഗ്യത്തിന്, സന്താനങ്ങളുടെ ഐശ്വര്യത്തിന്, വിദ്യാവിജയത്തിനൊക്കെയായിട്ട് ആചരിക്കുന്നു. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. മുരുകൻ്റെ കീർത്തനങ്ങൾ, സ്കന്ദപുരാണം, സ്കന്ദഷഷ്ടി കവചം മുതലായവ ഭജിക്കുന്ന മൂലം നമുക്ക് വളരെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ഭഗവാന്റെ മൂലമന്ത്രമാണ് വജൽ ഭുവേ എന്ന് ജപിക്കുന്നത്. അത് വളരെ നല്ലതാണ്. അതുപോലെ സുബ്രഹ്മണ്യ ഗായത്രിയുണ്ട്. അത് ഞാനൊന്ന് പറയാം, അത് കേട്ടോളൂ. സനൽ കുമാരകായ വിദ്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാ. ഇതാണ്. അപ്പം നമ്മൾ ഷഷ്ടിവ്രതം നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഈശ്വര പ്രാർത്ഥനയ്ക്കാണ്. ഈ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിലാണ്. ചിലരൊക്കെ പറയുന്ന കേൾക്കാം, ഷഷ്ടിവ്രതം എടുക്കുമ്പോൾ നാളെ രാവിലെ വ്രതം അവസാനിച്ച് പാരണ വീട്ടിൽ കഴിഞ്ഞിട്ടേ ഇനി അരിയാഹാരം കഴിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ അങ്ങനെ വ്രതം എടുക്കരുത്. നമുക്ക് ഷഷ്ടി നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക. സദ്യ ഉണ്ടെങ്കിൽ ചിലർക്കൊരു സങ്കടം. എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ. ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ, നാളെ സദ്യയായിരുന്നു പക്ഷേ ഷഷ്ടിയാണ്, നാളെ ഒരു കല്യാണമുണ്ട്, അല്ലെങ്കിൽ പാല് കാച്ചുണ്ട്, ഷഷ്ടിയായി എങ്ങനെ നോക്കും. അങ്ങനെ വിഷമിച്ച് നോക്കണ്ട. ആ ഷഷ്ടി അങ്ങ് വിട്ടാലും വേണ്ടിയില്ല, അടുത്ത ഷഷ്ടി നോക്കാം. പക്ഷേ ഇതൊക്കെ വിചാരിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചല്ല നോക്കേണ്ടത്. നമ്മൾ ലളിതമായ രീതിയിൽ വ്രതം നോക്കിയാൽ മതി.
രാവിലെ പഴം നേരിച്ചത് കഴിക്കുക, ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നിട്ട് ചോറ് വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച പച്ചരി ചോറ് കഴിക്കുക. രാത്രിയിൽ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് പഴമൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് അതൊന്നും സൗകര്യമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പഴമൊക്കെ മേടിച്ച് വെച്ച് രാവിലെ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മളെന്തായാലും രാവിലെ വൈകുന്നേരമൊക്കെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നവരായിരിക്കുമല്ലോ പലരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇത് കഴിക്കാം. അതിനൊന്നും വിരോധമില്ല. ഇതൊക്കെയാണ് ഷഷ്ഠിയുടെ വ്രതം നോക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. പലരും പല രീതിയിൽ നോക്കും, പല സ്ഥലങ്ങളിലും പല രീതിയിൽ നോക്കും. നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ മനസ്സിന് ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വ്രതം എടുക്കുക, അതിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഈ ഷഷ്ഠി ഇതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ട്. ഈ ഷഷ്ഠി നോക്കുന്നത് എങ്ങനെയാണ് വന്നേ എന്നുള്ളതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് പറയുന്നത്, പണ്ട് പത്മാസുരൻ എന്ന ഒരു അസുരനുണ്ടായിരുന്നു. യുദ്ധത്തിൽ ഈ അസുരന് സുബ്രഹ്മണ്യനുമായിട്ടൊരു യുദ്ധം ചെയ്യേണ്ടി വന്നു. യുദ്ധം ചെയ്ത സമയത്ത് ഈ അസുരൻ അങ്ങ് സ്വയം അപ്രത്യക്ഷനായി. എന്നിട്ടോ സുബ്രഹ്മണ്യനെ അങ്ങ് അപ്രത്യക്ഷനാക്കി. അതിൽ വിഷമം തോന്നി പാർവതീദേവി ദേവഗണങ്ങളോടൊപ്പം അന്നമൊക്കെ ഉപേക്ഷിച്ച്, എനിക്ക് എൻ്റെ പുത്രനെ കാണുന്നവരെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു അന്നമൊക്കെ ഉപേക്ഷിച്ച് ദേവി വ്രതം അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വ്രതം അനുഷ്ഠിച്ചപ്പം ഭഗവാൻ ഈ ഷഷ്ഠി ദിവസത്തിലാണ് ദേവിയുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. പത്മാസുരൻ്റെ പിടിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് പത്മാസുരനെ വധിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. വിജയം നേടി. അതുകൊണ്ട് അങ്ങനെ ആണ് ഷഷ്ഠി പൂർത്തീകരിച്ചത്. അപ്പോഴത്തേക്കും ദേവി വ്രതമൊക്കെ അവസാനിപ്പിച്ചു. തൻ്റെ പുത്രനെ കണ്ടു കിട്ടിയപ്പോൾ വ്രതമൊക്കെ അവസാനിപ്പിച്ചു, തുളസി തീർത്ഥമൊക്കെ കഴിച്ചു എന്നൊരു കഥ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഷഷ്ഠി വ്രതം ഇങ്ങനെ കാര്യസാധ്യക്ക് നമ്മുടെ പുത്രനെ കാണാതെ, അതിനാൽ സന്താന സൗഭാഗ്യത്തിന്, സന്താനങ്ങളുടെ വിജയത്തിനൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഒരു കഥ, മുരുകന് സർപ്പാകൃതിയിൽ വരേണ്ടി വന്നു ഒരിക്കൽ. അങ്ങനെ ആ സർപ്പാകൃതിയിൽ കണ്ടപ്പോഴത്തേക്കും ദേവിക്ക് ഭയങ്കര സങ്കടമായി. ദേവി കരഞ്ഞുകൊണ്ട് പരമശിവൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ പുത്രനെ പഴയ രൂപം തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചപ്പം ഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ദേവി ഒരു കാര്യം ചെയ്യും, മുരുകനെ തന്നെ അങ്ങ് പ്രാർത്ഥിച്ചോളൂ, തനിക്ക് തൻ്റെ പുത്രനെ പഴയ രൂപത്തിൽ കാണാൻ തൻ്റെ പുത്രനെ തന്നെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മുരുകൻ ഇതുപോലെ വ്രതമെടുത്തു. അങ്ങനെ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചതുപോലെ ആഹാരം ഒക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ നാമങ്ങൾ മാത്രം ജപിച്ചുകൊണ്ട് ദേവി പ്രാർത്ഥിച്ചു. അങ്ങനെ മുരുകൻ ദേവിയുടെ മുമ്പിൽ, അമ്മയുടെ മുമ്പിൽ വീണ്ടും വന്നു. പക്ഷേ സർപ്പാകൃതിയിൽ തന്നെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ വീണ്ടും ദേവി ഇങ്ങനെ സങ്കടപ്പെട്ടപ്പോഴത്തേക്കും മഹാവിഷ്ണു വന്ന് മുരുകനെ ഒന്ന് സ്പർശിച്ചത്രേ. അപ്പോൾ വീണ്ടും ഭഗവാൻ ആ സർപ്പരൂപമൊക്കെ മാറി മുരുകന് പഴയ ആ രൂപം തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. അങ്ങനെ ആ ഭഗവാനെ അന്ന് ഈ ഷഷ്ഠി ദിനത്തിലാണ് വന്നത്. അതുപോലെ ഭഗവാന് ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ കാണാം, മുരുക ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയോടൊപ്പം ഒരു നാഗപ്രതിഷ്ഠയും കൂടെ കാണാം. അതിതുകൊണ്ടാണെന്നാണ് പറയുന്നത്. പണ്ട് താന് നാഗരൂപത്തിലായിരുന്നു വന്നു, പിന്നീട് പഴയ രൂപം തിരിച്ചു കിട്ടി. അതിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് നാഗപ്രതിഷ്ഠയും കൂടെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ കാണാറുണ്ട്. വിഗ്രഹത്തോടൊപ്പം തന്നെ ശ്രദ്ധിച്ചാൽ അത് കാണാം എന്ന് പറയുന്നു. അങ്ങനെ ഈ ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. നമുക്ക് കാര്യവിജയത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഷഷ്ഠിവ്രതം നമുക്ക് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ 12 ഞാൻ പറഞ്ഞത്. ഈ ഷഷ്ഠി ദിനത്തിൽ എല്ലാവരും ഷഷ്ഠി നോക്കാൻ പറ്റുന്നവരൊക്കെ നോക്കുക. ലളിതമായ രീതിയിൽ എല്ലാവരും ഭഗവാൻ അനുഗ്രഹം ചൊരിയട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു കഥയുമായി എത്തുന്നതാണ്. എല്ലാവരും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.